നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ആഴ്സണലിൻ്റെ കുതിപ്പ് തുടരുകയാണ്. വലിയ ലീഡിലേക്ക് അവർ വീണ്ടും പോവുകയാണ്. 25 കളി 56 പോയിന്റ് എന്ന രൂപത്തിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു. അതായത് 9 പോയിന്റ് ലീഡായി മാഞ്ചസ്റ്റർ സിറ്റിയോടും ആസ്റ്റൺ വില്ലയോടും. അതിലിപ്പോൾ ആസ്റ്റൺ വില്ല 25 കളി കളിച്ചിട്ടുണ്ട്, സിറ്റി 24 കളിയേ ആയിട്ടുള്ളൂ. നാളെ സിറ്റിയുടെ മത്സരം ലിവർപൂളുമായിട്ട് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. എന്തായാലും ആഴ്സണലിന് കംഫർട്ടബിൾ ലീഡ് ഉണ്ട്. ഇന്നത്തെ കളിയിൽ ഗ്യോക്കറസിൻ്റെ ബ്രേസ് 3-0 സണ്ടർലൻഡിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്സണലിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഗബ്രിയേൽ ഹീസസും മരൂക്കയും അതുപോലെ ട്രൊസാർഡും ഒക്കെയാണ് ഒരുമിച്ചിറങ്ങിയത്. എന്നാൽ കളിയുടെ 42-ാമത്തെ മിനിറ്റിൽ സുബിമെൻഡിയാണ് ആഴ്സണലിനായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. അതിനുശേഷം അദ്ദേഹം മൈക്കിൾ മെറീനോയുടെ ആ ഒരു സെലിബ്രേഷനൊക്കെ നടത്തുകയുണ്ടായി. എന്തായാലും കളിയുടെ രണ്ടാം പകുതിയിലാണ് ഗ്യോക്കറസിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകളും സംഭവിക്കുന്നത്. ഗ്യോക്കറസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും ഗോളുകളിൽ ഒഴുകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് സന്തോഷം പകർന്ന കാര്യമാണ്. 60-ാമത്തെ മിനിറ്റിലാണ് ഗബ്രിയേൽ ഹീസസിന് പകരം അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുന്നത്. പിന്നെ 66-ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ വരികയും ചെയ്തു. കായ് ഹവേർട്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗ്യോക്കറസിൻ്റെ ഗോൾ പിറക്കുന്നു. 2-0 ലീഡിലേക്ക് അവർ കടന്നുപോയി. കളിയുടെ അവസാന ഘട്ടത്തിൽ മാർട്ടിനെല്ലിയുടെ അസിസ്റ്റിൽ നിന്ന് ഗ്യോക്കറസ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കിയപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ആഴ്സണൽ വിജയിച്ച് കയറി. അതേസമയം തന്നെ ചെൽസിയുടെ വിജയം നമ്മൾ എടുത്തു പറയണം. ചെൽസി 3-1 വോൾസിനെ പരാജയപ്പെടുത്തുമ്പോൾ കോൾ പാൽമറുടെ ഹാട്രിക്ക് പറഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പാൽമർ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതായത് കോൾ പാൽമർ has scored his 4th Premier League hat-trick for Chelsea, most than any other player in Chelsea Football Club's history. ചെൽസിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഹാട്രിക്ക് നേടിയ താരം, പ്രീമിയർ ലീഗിൽ ഹാട്രിക്ക് നേടിയ താരമായിട്ട് അദ്ദേഹം മാറി. 4 ഹാട്രിക്കുകളാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ ചെൽസിക്കായിട്ട് നേടിയിട്ടുള്ളത്. 100-ാമത്തെ അപ്പിയറൻസിലാണ് ഈ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 ഗോളുകളുടെ ബലത്തിൽ 3-1 ഇപ്പോൾ വോൾസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചെൽസി. 3 ഗോളുകളിൽ 2 പെനാൽറ്റി വഴിയാണ് നേടിയത്. ഏതായാലും ചെൽസി 25 കളികളിൽ നിന്ന് 43 പോയിന്റോടെ ഇപ്പോൾ 5-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചെയ്തു.